മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ചോദിക്കുകയാണ്, അതുല്യ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇന്നെങ്ങാൻ? അതുല്യ ഇന്നലെയൊക്കെ നല്ല ഹാപ്പി ആയിട്ട് വിളിക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു, വീഡിയോ കോളിലും ഒക്കെ. ഇന്നലെ അനിയത്തി അവിടെ തന്നെയാണ്, പിന്നെ അനിയത്തിയും ഭർത്താവും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അവിടെയും പോയി ഇന്നലെ 10 മണി വരെ രാത്രി അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവളോട് നല്ല സന്തോഷത്തോടെ തിരിച്ചും പറഞ്ഞു നാളെ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ സന്തോഷമൊക്കെ പങ്കുവെച്ച് അനിയത്തിയും ചേട്ടത്തിയോട് അങ്ങനെ പിരിഞ്ഞതാ അവിടുന്ന്. അങ്ങനെ പിന്നെ ഈ രാത്രി ഈ വെളുപ്പിൽ എന്ത് സംഭവിച്ചെന്ന് ഇടയ്ക്ക് അവൻ ഭയങ്കര മദ്യപാനിയാ. ഒരുപാട് ഉപദ്രവിച്ച് അവളെ കൊന്നതാണോ ഞങ്ങൾ, അല്ലാതെ അവള് തന്നെ ഇത് ചെയ്യത്തില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ അമ്മയെ വിളിച്ചപ്പോഴോ അല്ലെങ്കിൽ അനിയത്തിയെ കണ്ടപ്പോഴോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നേരത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഇവന് പിന്നെയും ഇവളെ പിന്നെയും കാലി വീണ് മാപ്പൊക്കെ പറഞ്ഞിട്ടൊക്കെ കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു അവന്റെ പതിവ് കല്യാണം കഴിച്ച കാലം മുതൽ. ഇപ്പം കല്യാണം കഴിച്ചിട്ട് ഇപ്പം 10-12 വർഷമായി. അന്ന് മുതൽ ഇങ്ങനെയൊക്കെ ഓരോരോ പിന്നെ കേസൊക്കെ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് പിന്നെ കോടതിയിലൊക്കെ വന്നായിരുന്നു. എന്നിട്ട് ഒപ്പിട്ടൊക്കെ ഇനി മേലെ ഇതൊന്നും ആവർത്തിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു അവളെ കൊണ്ടുപോയത്. പിന്നെ ഇവള് പാവമായോണ്ട് പിന്നെ ഇവളങ്ങ് ഭർത്താവല്ലേ എന്നുള്ള വിചാരത്തില് അവളങ്ങ് പോവും. ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ വീണ്ടും പോവും. അങ്ങനെ സംഭവിച്ചു. കുഞ്ഞു പോലും ഇവിടെ അവന്റെ അടുത്ത് നിൽക്കത്തില്ല. അവന്റെ ഉപദ്രവം കുഞ്ഞ് പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞു പോലും നിൽക്കത്തില്ല. അമ്മ ഇതിപ്പോ കുറെ വർഷമായോ ഈ ഭർത്താവിന്റെ കൂടെ ഷാർജയിലേക്ക് പോയിട്ട്? ഇപ്പൊ പോയിട്ട് 1.5 വർഷം. ഇല്ല, 1.5 വർഷം. അതിനിടയ്ക്ക് ഈ പോയതിനു ശേഷം, അവിടെ പോയതിനു ശേഷം ഇങ്ങനെ ഉപദ്രവിക്കാറുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും അതുല്യ പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടെ എന്തെങ്കിലും കേസ് കൊടുക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? അവിടെ ഇപ്പോഴാ കേസ്, അല്ലാതെ അതിനുമ്പോ അവിടെ കേസ് കൊടുത്തിട്ടില്ല. ഇപ്പൊ കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അനിയനും അനിയത്തിയും ഉണ്ട് അവിടെ. രണ്ടുപേരും അവിടെ ഉണ്ട്. അമ്മ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇനിയിപ്പോ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാരണം ഇത്തരത്തിൽ 10-12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിരന്തരമായി ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുല്യ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടോ? സംശയം തന്നെയാണ്, അവൻ കൊന്നെന്നുള്ളത് സംശയം തന്നെ. നിയമപരമായി മുന്നോട്ട് പോകാനാണ്. നിയമപരമായിട്ട് മുന്നോട്ട്. ഓക്കെ.